സംസ്ഥാനത്ത് +1 പ്രവേശന നടപടികൾ ആരംഭിക്കാനിരിക്കെ സീറ്റുകൾ സംബന്ധിച്ച് നിർണായക കണക്കുകൾ പുറത്തുവിട്ട് ന്യൂസ് മലയാളം. ഇക്കുറി +1-ന് അധിക സീറ്റുകൾ ആവശ്യമുണ്ടാകില്ലെന്ന് തെളിയിക്കുന്നതാണ് കണക്കുകൾ. കഴിഞ്ഞ അധ്യയന വർഷം സംസ്ഥാനത്ത് ഒഴിവ് വന്നത് 52,209 സീറ്റുകൾ. മലപ്പുറം ജില്ലയിൽ 6,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നതായും രേഖകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് 4,79,749 വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയത്. ഇവരിൽ മെറിറ്റ്, മാനേജ്മെന്റ്, അൺഎയ്ഡഡ് വിഭാഗങ്ങളിലായി 3,63,507 വിദ്യാർത്ഥികൾ മാത്രമാണ് പ്രവേശനം നേടിയത്. 1,16,242 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നേടാനായില്ല. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയുടെ അടിസ്ഥാനത്തിൽ 52,209 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഒഴിഞ്ഞുകിടന്നത്. മെറിറ്റിൽ മാത്രം 19,758 സീറ്റുകളിലേക്കാണ് ഒഴിവ് രേഖപ്പെടുത്തിയത്. 25-ൽ താഴെ മാത്രം വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയ 598 ബാച്ചുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറിയിൽ അഡീഷണൽ സീറ്റുകളുടെ ആവശ്യം നിലവിലില്ല. SLC പാസ്സാകുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കത്തക്ക രീതിയിൽ സീറ്റുകൾ ഹയർ സെക്കൻഡറിയിലുണ്ട്. ഏകദേശം 24,000-ഓളം സീറ്റുകളാണ് കഴിഞ്ഞ വർഷം ഒഴിഞ്ഞു കിടന്നത്. അതുപോലെ തന്നെ ഈ വർഷം SLC പാസ്സായ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വളരെയധികം കുറവാണ് ഉണ്ടായിരിക്കുന്നത്. A+ കിട്ടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ SLC പാസ്സായ വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സീറ്റുകളുണ്ട്. അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഇതേ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ജില്ലകളിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് അധ്യാപക തസ്തിക നഷ്ടപ്പെടുന്നതിന് കാരണമാകും. 85,538 വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് നിന്നും പ്രവേശനാപേക്ഷ നൽകിയത്. ഇവരിൽ 68,152 പേർ മാത്രമാണ് പ്രവേശനം നേടിയത്. കണക്കുകൾ പ്രകാരം മലപ്പുറത്ത് 6,875 സീറ്റുകളും ഏറ്റവും കുറവ് അപേക്ഷകൾ ലഭിച്ച വയനാട് 703 സീറ്റുകളും ഒഴിഞ്ഞുകിടന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ചിടത്തോളം CBSE, ICSE വിദ്യാർത്ഥികളിൽ 20,336 പേരാണ് ഒന്നാം വർഷ പ്രവേശനം നേടിയത്. മുൻവർഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കിലും വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതായാണ് കാണപ്പെടുന്നത്. ഇത്തവണ 4,10,456 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ വിജയിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 3,60,844 +1 സീറ്റുകളും ലഭ്യമാണ്. മുൻവർഷങ്ങളെക്കാൾ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാലും കണക്കുകളുടെ അടിസ്ഥാനത്തിലും അധിക സീറ്റുകൾ അനുവദിക്കേണ്ട സാഹചര്യമില്ലെന്ന് അധ്യാപകർ പറയുന്നു. ഒപ്പം ശാസ്ത്രീയമായ പരിശോധനകൾ നടത്താതെ സീറ്റുകൾ അനുവദിക്കരുതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. അല്ലാത്തപക്ഷം അധ്യാപക തസ്തികകൾ ഇല്ലാതാകുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ രൂപീകരിച്ച കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി അധിക സീറ്റുകൾ അനുവദിക്കുമ്പോൾ മുൻകാലങ്ങളിലെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയും ശാസ്ത്രീയമായ പഠനം നടത്തുകയും ചെയ്താൽ ഇത്തരം നടപടികൾ മൂലം വിദ്യാഭ്യാസ വകുപ്പിനുണ്ടാകുന്ന നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്യാനാകും. ഈ അധ്യയന വർഷം +1-ൽ അധിക സീറ്റുകൾ അനുവദിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.